അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം അർദ്ധരാത്രിയായിരിക്കുന്നു. മദീനയിൽ എങ്ങും കൂരാകൂരിരുട്ട്. എല്ലാവരും ഉറക്കത്തിലായി. പക്ഷികൾ പോലും ഉറങ്ങിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു പതുക്കെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. അദ്ദേഹം ആരും അറിയാതെ ഇറങ്ങി നടന്നു. വഴിയരികിൽ ഒരു മരത്തിൻ്റെ മറവിൽ അദ്ദേഹം പതുങ്ങി നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഈ വഴിയിലൂടെയാണ് സാധാരണ നടന്നു പോകാറുള്ളത്. അദ്ദേഹം എവിടേക്കായിരിക്കും നടന്നു പോകുന്നത്? എന്തിനായിരിക്കും എന്നും അർദ്ധരാത്രി അദ്ദേഹം ഇറങ്ങി നടക്കുന്നത്? ഇതൊന്ന് കണ്ടുപിടിക്കണം എന്നായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ. അങ്ങനെ അദ്ദേഹം ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ അല്പം ദൂരെയായി ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അതെ, ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ. അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു പോയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറകെ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ മറപറ്റി നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നു ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ കുടിലിൻ്റെ മുന്നിലെത്തി. ത്വൽഹ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, അദ്ദേഹം സലാം പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു വരും. അപ്പോൾ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. അദ്ദേഹം കാതോർത്തു നിന്നു. പക്ഷേ ആ വീട്ടിൽ നിന്ന് ആരും പുറത്തു വന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൻ്റെ അകത്ത് കയറി വാതിലടച്ചു. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇദ്ദേഹം എന്തിനായിരിക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നത്? പരിചയമില്ലാത്ത ഒരു വീട്ടിൽ ചെന്നാൽ 3 പ്രാവശ്യം സലാം പറഞ്ഞ് വിളിക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ ആ വീട്ടിലേക്ക് പ്രവേശിക്കാവൂ. എന്നിരിക്കെ ഒരു ഖലീഫയായ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു. പിറ്റേ ദിവസം അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ കുടിലിന് മുന്നിലെത്തി. അദ്ദേഹം ഉറക്കെ സലാം പറഞ്ഞു. ആരും മിണ്ടുന്നില്ല. വീണ്ടും സലാം പറഞ്ഞു. വീണ്ടും മിണ്ടുന്നില്ല. മൂന്നാമതും സലാം പറഞ്ഞു. ആരും മിണ്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ വീട്ടിൻ്റെ തിണ്ണയിലേക്ക് കയറി വാതിലിൽ മുട്ടി ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? അപ്പോൾ അകത്തു നിന്ന് ഒരു ചെറിയ ഞെരുക്കം കേൾക്കാം. അദ്ദേഹം ആ വാതിൽ തള്ളി തുറന്ന് വീടിൻ്റെ അകത്ത് കയറി. ഇവിടെ ആരുമില്ലേ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഒരു ചെറിയ ഞെരുക്കം മാത്രം. ഒരു വിധത്തിൽ ഒരു ശബ്ദം കേട്ടു, ഇങ്ങോട്ട് വരൂ. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീടിൻ്റെ ശബ്ദം കേട്ട ഭാഗത്ത് ചെന്നു. ഈത്തപ്പന മടലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കട്ടിലിൽ വൃദ്ധയും അബലയുമായ സുഖമില്ലാത്ത ഒരു സ്ത്രീ കിടക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നു. ഇവിടെ നിങ്ങൾ ഒറ്റക്കാണോ? അതെ, സ്ത്രീ പറഞ്ഞു. നിങ്ങൾക്ക് സഹായത്തിനാരുമില്ലേ? ഇല്ല. നിങ്ങൾക്ക് മക്കളില്ലേ? ഇല്ല. പിന്നെ നിങ്ങളെ ആരാണ് സഹായിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എല്ലാ ദിവസവും രാത്രി ഒരാൾ എൻ്റെ അടുത്ത് വരും. അദ്ദേഹം എൻ്റെ മലമൂത്ര വിസർജനങ്ങൾ കഴുകി വൃത്തിയാക്കും, എന്നെ കുളിപ്പിക്കും, എനിക്ക് ഭക്ഷണം നൽകും, ഭക്ഷണം എൻ്റെ വായിൽ വെച്ച് തരും. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോവുകയും ചെയ്യും. ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് മാത്രം പറയും. വേറൊന്നും അദ്ദേഹം പറയുകയില്ല. അദ്ദേഹത്തെ നിനക്കറിയുമോ മോനെ? ആ വൃദ്ധയായ സ്ത്രീ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങളെ സഹായിക്കാൻ വരുന്നത് നാട് ഭരിക്കുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, എന്നെ സഹായിച്ച ഖലീഫയ്ക്ക് വേണ്ടി നീ സന്തോഷം നൽകണേ റബ്ബേ. എന്നെ സഹായിച്ച
എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ ഖലീഫയെ നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ആ ഖലീഫയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എന്നെ നീ തിരിച്ചു വിളിക്കണേ റബ്ബേ എന്ന് ആ സ്ത്രീ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം താൻ പിന്തുടർന്നതും തനിക്കുണ്ടായ അനുഭവങ്ങളും എല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിശദീകരിച്ച് മാപ്പിനപേക്ഷിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരണാധികാരിയാണ്. നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ റബ്ബിനെയും മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി. എനിക്ക് ഈ രാജ്യത്തെ സർവ്വജനങ്ങളെയും അള്ളാഹുവിനെയും തൃപ്തിപ്പെടുത്തണം. നോക്കൂ, എന്തൊരു ദയയാണ്, എന്തൊരു വിനയം. ഇങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി. ഇതാണ് ഒരു ഭരണാധികാരിയുടെ കടമ. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.